വിപുലീകരണവും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതേക്കുറിച്ച് ഇപ്പോൾ അത് KPCC പ്രസിഡന്റിനോട് ചോദിക്കും. അദ്ദേഹമാണ് കാര്യങ്ങളൊക്കെ മറുപടി പറയും. PV അൻവറിന്റെ മുന്നണി പ്രവേശനം ഇനി ചർച്ചയിൽ വരുമോ? അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അതൊക്കെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊന്നും അറിഞ്ഞില്ലേ നിങ്ങൾ? തെരഞ്ഞെടുപ്പ് അവിടെ നടന്നത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അതല്ല, അത് സമ്മതിച്ചു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ഇതൊക്കെ ഒരു വിഷയമായി വന്നത്. അത് എല്ലാം കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞു. ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു. നിങ്ങളൊക്കെ നേരെ തിരിച്ച് പലപ്പോഴും പറഞ്ഞപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്ന് ഞങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ആ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് അതേപടി നടക്കുകയും ചെയ്തു. അതൊക്കെ പിന്നീട് പറയാൻ പറ്റുന്ന കാര്യം. ഇപ്പൊ പറയേണ്ട കാര്യം ഇപ്പൊ പറയാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെ പറയാം. എല്ലാ കാര്യങ്ങളും പറഞ്ഞ ഇനിയും നിങ്ങൾ അതല്ല ഇന്നത്തെ മീറ്റിംഗിൽ ജോസ് കെ മാണി ഞങ്ങളുടെ കൂടെ വരുന്നില്ല. അപ്പൊ മനസ്സിലായല്ലോ. ഒറ്റ കാര്യം കൂടി, ഈ ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കും എന്ന തരത്തിലുള്ള വാർത്ത വരുന്നത്. പ്രത്യേകിച്ച് 4 സീറ്റ് കൂടുതൽ ചോദിക്കും. അങ്ങനത്തെ ഈ സീറ്റ് വിഭജനത്തിലേക്കൊക്കെ കടക്കുമ്പോൾ അല്ല, സീറ്റ് വിഭജനം ഇപ്പൊ ചർച്ചയില്ല. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പിന്നീട് മാത്രമേ ഉള്ളൂ. ആ ചർച്ചയ്ക്ക് വേണ്ടിയുള്ള യോഗമല്ല ഇന്ന് നടക്കുന്നത്. UDFന്റെ യോഗം നടക്കുന്നത് കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിലയിരുത്തൽ നടത്തുവാനും അതുപോലെ തന്നെ മറ്റ് വേറെ പല ആളുകളും ആവശ്യങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒക്കെയാണ്. പിന്നെ ഇനിയും തുടർന്നുള്ള നാളുകളിൽ ഞങ്ങൾ എന്തൊക്കെയാണ് പരിപാടികൾ ആസൂത്രണം ചെയ്ത് പോകേണ്ടത് എന്നതിനെക്കുറിച്ചും ഒക്കെ ഇന്ന് ചർച്ചയുണ്ടാകും.